ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. യോഗ നടപടികളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ സത്യപ്രതിജ്ഞ നടക്കുന്ന നിയമസഭയിലെ കെ ശങ്കരനാരായണൻ ഹാളിൽ ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ സാമാജികനായി ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു നിലമ്പൂരിൽ നിന്നും ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് കയറിയത്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. സാധാരണഗതിയായി നിയമസഭാ കാലയളവിൽ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. എന്നാൽ UDFിൻ്റെ ആവശ്യപ്രകാരമാണ് ശങ്കരനാരായണൻ തമ്പി ഹാളിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മാറ്റിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിൽ നിന്ന് മടങ്ങുകയാണ്. 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ആര്യാടൻ ഷൗക്കത്ത് നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലമ്പൂർ മണ്ഡലം UDFിൻ്റെ തൻ്റെ പിതാവിൻ്റെ പിൻഗാമിയായി അദ്ദേഹം നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നു. LDFിൻ്റെ കയ്യിൽ നിന്നും ആ മണ്ഡലം തിരിച്ചു പിടിച്ച് നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവനാമത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്.
ആര്യാടൻ ഷൗക്കത്ത് നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിലെ കെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. ആര്യാടൻ ഷൗക്കത്ത് ഇനി MLA.